ആരോപണം നിഷേധിച്ച് CPM. പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ചൊല്ലി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായെന്ന ആരോപണമാണ് CPM നിഷേധിച്ചത്. പത്തനംതിട്ട LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് ലഭിക്കുന്ന സ്വീകാര്യത പ്രതിരോധിക്കാനാണ് വ്യാജവാർത്തയെന്നും നിയമപരമായി നേരിടാനാണ് തീരുമാനമെന്നും ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പറഞ്ഞു. തമ്മിലടിച്ചെന്ന് ആരോപിക്കപ്പെട്ട പത്മകുമാറിനെയും ഹർഷകുമാറിനെയും ഒന്നിച്ചിരുത്തിയായിരുന്നു CPMന്റെ വാർത്താസമ്മേളനം. വാർത്താസമ്മേളനത്തിൽ മുൻ MLA A പത്മകുമാറും കയ്യാങ്കളി നിഷേധിച്ചു. തന്നെ ആരും മർദ്ദിച്ചിട്ടില്ലെന്നും അങ്ങനെയൊരു സംഭവമുണ്ടെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കില്ലെന്നും A പത്മകുമാർ പ്രതികരിച്ചു. വീണ്ടും ഉത്തരവിറക്കി അരവിന്ദ് കെജ്രിവാൾ. ED കസ്റ്റഡിയിലിരിക്കെയാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ഉത്തരവിറക്കിയത്. സൗജന്യ മരുന്നും പരിശോധനകളും തുടരാൻ അരവിന്ദ് കെജ്രിവാൾ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി സൗരഭ് ഭരദ്വാജ് അറിയിച്ചു. ദില്ലിയിലെ ജനങ്ങൾക്കൊപ്പം എക്കാലവും ഉണ്ടാകുമെന്നും അവരുടെ ആരോഗ്യം എന്നും പ്രഥമ പരിഗണനയിലെന്ന് കെജ്രിവാൾ അറിയിച്ചുവെന്നും സൗരഭ് ഭരദ്വാജ് പറഞ്ഞു. അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വളഞ്ഞു പ്രതിഷേധിച്ച AAP പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. വനിതാ പ്രവർത്തകരെ അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നഴ്സിംഗ് വിദ്യാർത്ഥിനി കടലിൽ മുങ്ങി മരിച്ചു. ആറാട്ടുപുഴ വലിയഴീക്കൽ സ്വദേശിനിയായ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനി തറയിൽക്കടവ് പുത്തൻമണ്ണയിൽ ജയദാസ് ലത ദമ്പതികളുടെ മകൾ ജയലക്ഷ്മിയാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് സുഹൃത്തുക്കൾക്കൊപ്പം പോണ്ടിച്ചേരിയിലെ കടലിൽ ഇറങ്ങിയപ്പോഴാണ് അപകടമെന്നാണ് വീട്ടുകാർക്ക് ലഭിച്ച വിവരം. പോണ്ടിച്ചേരിയിലെ ജിപ്മർ കോളേജിൽ 1ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു ജയലക്ഷ്മി. സംസ്കാരം പിന്നീട്. കവിത ജയിലിലേക്ക്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ BRS നേതാവ് കവിതയെ കോടതി 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ED കസ്റ്റഡി കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് കോടതി നടപടി. കഴിഞ്ഞയാഴ്ച 5 ദിവസത്തെ കൂടി കവിതയെ ED കസ്റ്റഡിയിൽ വിട്ടിരുന്നു. മാർച്ച് 15-നാണ് കവിത എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലാകുന്നത്. കവിതയുടെ അറസ്റ്റിന് പിന്നാലെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും അറസ്റ്റിലായിരുന്നു. ഡൽഹി മദ്യനയത്തിന്റെ പ്രയോജനം ലഭിക്കാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായും ആം ആദ്മി പാർട്ടി നേതാവ് മനീഷ് സിസോദിയുമായും കവിത ഗൂഢാലോചന നടത്തിയെന്നും പകരമായി നേതാക്കൾക്ക് 100 കോടി കൈമാറിയെന്നുമാണ് ED ആരോപിക്കുന്നത്. അമേരിക്കയിൽ കപ്പലിടിച്ച് പാലം തകർന്നു. ബാൾട്ടിമോറിലെ ഫ്രാൻസിസ് സ്കോട്ട് കീ പാലമാണ് രാത്രി 1:30 തകർന്നത്. നിരവധി കാറുകളും യാത്രക്കാരും പാലത്തിലുണ്ടായിരുന്ന സമയത്താണ് അപകടമുണ്ടായത് എന്നാണ് റിപ്പോർട്ട്. ബാൾട്ടിമോറിലെ നീളമേറിയ പാലങ്ങളിലൊന്നാണ് തകർന്നത്. 3 കിലോമീറ്ററോളം നീളമാണ് ഈ പാലത്തിനുള്ളത്. ബാൾട്ടിമോറിലെ അഗ്നിരക്ഷാ പ്രവർത്തകരും പോലീസും അടക്കമുള്ളവർ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പാലം തകർന്ന സമയത്ത് വെള്ളത്തിലേക്ക് വീണുപോയ കാറുകളിൽ നിന്ന് ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതരുള്ളത്. അപകടത്തിൽ എത്ര പേർ ഉൾപ്പെട്ടതായി ഇനിയും വ്യക്തതയില്ലെന്നാണ് അധികൃതർ വിശദമാക്കുന്നത്. കൊളംബോയിലേക്ക് പുറപ്പെട്ട ദാലി എന്ന കണ്ടെയ്നർ കപ്പലിടിച്ചാണ് പാലം തകർന്നത്. നിരവധി ബോട്ടുകൾ ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്.